4 പതിറ്റാണ്ട് ജമായത്ത് ഇസ്ലാമി CPM-നെ പിന്താങ്ങിയ സമയത്ത് CPM-യുടെ പല പ്രാവശ്യം ഭരിച്ചല്ലോ. അന്നെല്ലാം ആഭ്യന്തര വകുപ്പ് ജമായത്ത് ഇസ്ലാമിയെ കൊണ്ടാണോ CPM ഭരിപ്പിച്ചിരുന്നത്? ബാലൻ നടത്തിയ പ്രസ്താവനയെ CPM അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. താങ്കൾ മറുപടിയാ പറഞ്ഞ ചോദ്യമല്ല ചോദിച്ചത്. ഞാൻ പറയാം, 4 പതിറ്റാണ്ട് ജമായത്ത് ഇസ്ലാമി CPM-നെ പിന്താങ്ങിയ സമയത്ത് CPM-യുടെ പല പ്രാവശ്യം ഭരിച്ചല്ലോ. അന്നെല്ലാം ആഭ്യന്തര വകുപ്പ് ജമായത്ത് ഇസ്ലാമിയെ കൊണ്ടാണോ CPM ഭരിപ്പിച്ചിരുന്നത്? അതാണ് മറുചോദ്യം. മനസ്സിലായ? ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമായത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ CPM ചെലുത്തുന്ന പരിപാടിയാണ്. അതാണ് ഞാൻ പറയല്ലോ, അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും. അത് ആരോടാ പറഞ്ഞത്? ഗുജറാത്തിലെ ഹിന്ദുക്കളോടാണ്. നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കണം, കോൺഗ്രസ് ജയിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ഇത്. അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലൻ നടത്തിയത്. ബാലൻ നടത്തിയ പ്രസ്താവനയെ CPM അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. വയനാട് വലിയ തരത്തിലുള്ള രക്ഷാക്യാമ്പൊക്കെ കഴിഞ്ഞ് പിരിച്ചപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട് UDF-നെതിരെ. നിങ്ങൾ തന്നെ വയനാട് ചൂരന്മല ദുരന്തത്തിൽ പ്രഖ്യാപിച്ച 100 വീടുകൾ ഇതുവരെ അതിന്റെ ഒരു ഡേറ്റ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഗുണവത്ത കണ്ടെത്തും, എന്ന് വീട് പണി എന്ന ചോദ്യം ആവർത്തിച്ച് UDF-നെ അലട്ടുന്നുണ്ട്. ആ ചോദ്യത്തിന് ഒരു അലട്ടലും ഇല്ല. ഞങ്ങൾ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്തു. ഒന്ന്, രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്രയും 200 വീടായി, ആകെ 400 വീടുകൾ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സർക്കാർ ബാങ്കിലിട്ടിരിക്കുന്ന 742 കോടി രൂപ ഇപ്പോഴും ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല, അവിടെ ഇപ്പോഴും റെന്റ് കൊടുക്കുന്നില്ല പലർക്കും. അപ്പൊ ആ കാശ് അവിടെ ഇട്ടിട്ട് സർക്കാർ എന്ത് ചെയ്യുക? അതാണ് ചോദ്യം. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 300 വീട് അവിടെ വരും. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയും. യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത 1,05,00,000 രൂപ അത് KPCC-ക്ക് കൈമാറും അടുത്ത ദിവസം. ഇതെല്ലാം ക്ലിയറാണ്.